Hi, hello dear students. Welcome back to Future Plus Academy. Srinarayana Guru Open University assignment submission അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റുഡൻസിനോട് ലേണേഴ്സ് സെന്ററിൽ നിന്ന് നിങ്ങൾ അസൈൻമെന്റ് സബ്മിഷൻ വരുന്ന സമയത്ത് പല കാര്യങ്ങളും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായ്മ സ്റ്റുഡൻസിന്റെ ഇടയിലുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അസൈൻമെന്റിന്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അതായത് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ്. നിങ്ങൾ ഈ SU യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിട്ടുള്ള സ്റ്റുഡന്റ് ആണെന്നുള്ള ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു ID കാർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നിട്ടുണ്ടാവും. ആ ID കാർഡ് നിങ്ങളുടെ അഡ്മിഷന്റെ സമയത്ത് ലഭിച്ചതായിരിക്കും. അപ്പൊ ആ ID കാർഡ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. അതുപോലെ തന്നെ ചില സ്ഥലത്ത് കുട്ടികളോട് ആധാർ കാർഡ് വേണം, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ് വേണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കയ്യിൽ ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡോ ജസ്റ്റ് ഫോർ നെയിം സേക്കിന് നിങ്ങൾ കയ്യിൽ വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ SUന്റെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ സ്റ്റുഡന്റ് ID കാർഡാണ്. അതെന്തായാലും കറക്റ്റ് ആയിട്ട് കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അസൈൻമെന്റിന്റെ ഫ്രണ്ടിൽ ഫേസിംഗ് ഷീറ്റ് കറക്റ്റ് ആയിട്ട് വെക്കുക. ഫോം 1ഉം ഫോം 2ഉം, അതായത് സെറ്റ് 1 സെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് 2 അസൈൻമെന്റാ ഉള്ളത് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെയാണല്ലോ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഈ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്, സബ്ജക്ട് കോഡ്, സബ്ജക്റ്റിന്റെ പേര് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് ഒന്ന് റീചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ലേണേഴ്സ് സെന്ററിലേക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോവാ കേട്ടോ. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അസൈൻമെന്റ് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇനിയും അസൈൻമെന്റ് എഴുതാത്ത സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ ഏതൊക്കെ കോഴ്സിന്റെ അസൈൻമെന്റ് ആണെന്ന് ഒന്നും കൂടി പറയാം. BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BCom, അതുപോലെ തന്നെ BA സോഷ്യോളജി ഫസ്റ്റ് ഇയേഴ്സിന്റെ. സെക്കൻഡ് ഇയറിന്റെ BA ഇംഗ്ലീഷും BA മലയാളവും. ഇനി PGക്കാരെ സംബന്ധിച്ചിടത്തോളം MA ഇംഗ്ലീഷ്, MA ഹിസ്റ്ററി, MA മലയാളം, MCom ഇത്രയും പ്രോഗ്രാമിലേക്ക് നമ്മൾ കോഴ്സുകൾ അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇനി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്രാഷ് കോഴ്സും കൂടി എക്സാമിനോടനുബന്ധിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.